കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സിൻഡിക്കേറ്റ് യോഗത്തിനിടെ വിവാദ പരാമർശവുമായി BJP സിൻഡിക്കേറ്റ് അംഗം രംഗത്ത് വന്നു. വിജയകുമാരി ടീച്ചറുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് ഒരു ദലിത് വ്യക്തിയാണെന്നായിരുന്നു BJP അംഗം ഡോക്ടർ വിനോദ് കുമാറിന്റെ പ്രതികരണം. ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം. കണ്ടോ, ഉത്തരം കിട്ടുമ്പോ കുഞ്ഞിനെ കാട്ടെന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. ഒരു ദളിതനായ പോൾ രാജ് എന്ന് പറഞ്ഞ സെനറ്റ് മെമ്പറിന് കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ റൂം പോലും കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല. പോൾ രാജ് എന്ന് പറഞ്ഞ ഒരു സെനറ്റ് മെമ്പർ, ഒരു ദളിതനാണ്, അയാൾക്ക് ഒരു റൂം പോലും കൊടുക്കാൻ അത് സമ്മതിച്ചിട്ടില്ല. കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പർ ഇടപെട്ടിട്ട് അയാൾക്ക് ഒരു റൂം പോലും കൊടുത്തില്ല. അതും ഒരു ദളിതനാണ്. അപ്പൊ ദളിത് പീഡനത്തെ കുറിച്ചിട്ട് വർത്തമാനം പറയാൻ ഈ ഇടതുപക്ഷക്കാർക്ക് യാതൊരു യോഗ്യതയില്ല. ആ പരാമർശം ടീച്ചർ ജാതീയമായിട്ട് പട്ടികജാതിക്കാരെ തെരഞ്ഞു പിടിച്ച് ആക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോ ഇങ്ങനെ അത് ആക്ഷേപമാണോ? ആ വിഭാഗത്തോട് ടീച്ചർക്കില്ല വിരോധമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ദളിതനാണ്, പിന്നോക്കക്കാരനാണ്, ഒരു ഹോസ്റ്റൽ മുറിക്ക് വേണ്ടി ഈ സർവകലാശാല ശരി നിങ്ങളല്ലേ അല്ല ദളിതനാണ് എനിക്ക് PhD തരൂ എന്ന് നിങ്ങൾക്ക് പറയാമോ? ദളിതനാണ്, അതെ, നിങ്ങൾ ദളിതനാണ് എനിക്ക് PhD തരൂ. സഫ്വാൻ VP കൂടുതൽ വിവരങ്ങളുമായി. സഫ്വാൻ, എന്താണ് അവിടെ ഇടതംഗങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധം? BJP അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നിഷാദ്, അല്പം മുമ്പ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. സെനറ്റ് യോഗം 8:30 കൂടി തന്നെ ആരംഭിച്ചിരുന്നു. ഈ ഡീൻ വിജയകുമാരി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് ജാതി അധിക്ഷേപം നേരിടുന്ന ഒരാൾക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരാൾ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നതൊക്കെ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. ഈ സെനറ്റ് യോഗം 1 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം ഈ BJP പ്രതിനിധികൾ ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയും മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുന്ന സമയത്ത് ഈ വിജയകുമാരിയെ ന്യായീകരിക്കുന്ന തരത്തിൽ വീണ്ടും ജാതി അധിക്ഷേപ പരാമർശം നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ ജാതി അധിക്ഷേപ പരാതിക്ക് വേണ്ടി ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ ഇവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് ദളിത് സ്ത്രീയാണ്. ആ അർത്ഥത്തിൽ ഇവർ അങ്ങനെ ദളിത് വിഭാഗത്തോട് അങ്ങനെ വിവേചനം കാണിക്കുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റായുള്ള പരാമർശം നടത്തിയപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അത് ചോദ്യം ചെയ്യുകയും ഇത് കേട്ടുനിൽക്കുന്ന SFI പ്രവർത്തകർ ഈ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്താൻ അനുവദിക്കുന്നില്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇവിടെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയും ഈ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഡീൻ വിജയകുമാരിയെ എല്ലാ അർത്ഥത്തിലും ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മേലുള്ള ഗുരുതരമായ ജാതി അധിക്ഷേപത്തെ ന്യായീകരിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ആ അർത്ഥത്തിലുള്ള പരാമർശം അവരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇവരുടെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ പോലെ തന്നെ ഈ വിഷയങ്ങൾ SFI നേതാക്കളും ചോദ്യം ചെയ്തു. ഈ ക്യാമ്പസിനകത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അനുവദിക്കുന്നില്ല. ഈ ജാതി അധിക്ഷേപത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും ജാതി അധിക്ഷേപം നടത്തുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു നടത്തുന്നത്. ഇനി അല്പം മുമ്പ് ഈ വിഷയത്തിൽ ഈ ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവകലാശാല
ആസ്ഥാനത്ത് SFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും സെനറ്റ് യോഗം തുടരുന്നുണ്ട്. പക്ഷേ ഈ SFIയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഈ സർവകലാശാല ആസ്ഥാനത്തുള്ളതിൽ വലിയ പോലീസ് വിന്യാസമുണ്ട്. SFI പ്രവർത്തകർ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പുറത്ത് ഉണ്ട്. ഈ അവരുടെ തിരുവനന്തപുരത്ത് ഈ വിജയകുമാരി എന്ന അധ്യാപികക്കെതിരെ ഉയർന്നു വന്ന ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് BJP ഒരു ന്യായീകരണ കവചവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ടീച്ചറുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ ദളിതയാണ്, അപ്പോൾ ടീച്ചർക്ക് അയിത്തമുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ BJPക്കാരുടെ രാഷ്ട്രീയവും അവരുടെ ഉള്ളിലുള്ള സംഗതിയും എന്താണെന്ന് ആവർത്തിച്ച് പുറത്തു വരുന്നു. കൂട്ടത്തിലുള്ള ഒരാളെ മുന്നിലേക്ക് വലിച്ചുകൊണ്ട് വന്നിട്ട് BJP ഇതാ ഈ നിൽക്കുന്ന ആൾ ദളിതനാണ്, ഞങ്ങൾക്ക് വല്ല അയിത്തമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള സഹവർത്തിത്വ മനോഭാവം, എന്താണ് ഇവരുടെ ഉള്ളിലുള്ള മേൽത്തട്ട് ബോധം, ഉപരിബോധം എന്നിവ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. അത് കുഴപ്പമല്ലേ എന്ന് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കാൻ കൂടി അവർക്ക് കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഈ തട്ടുകൾ വേണ്ടതാണ്, ഈ തട്ടുകൾ ഉള്ളതാണ് എന്ന് അവർ സ്വയം വിചാരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടീച്ചറുടെ വീട്ടിലെ ജോലിക്കാരി ദളിതയാണ് പോലും, ടീച്ചർക്ക് അതുകൊണ്ട് അയിത്തമൊന്നും ഇല്ല പോലും.